അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ പേരിൽ അതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കാതെ ഒരു KSUവിൻ്റെ ഒരു ജില്ലാ പ്രസിഡൻറ്റ് എന്നെപ്പോലെ ഒരാൾക്കെതിരായിട്ട് ഫേസ് പോസ്റ്റ് ഇട്ടിട്ട് അത് മുഴുവൻ ചാനലുകളിൽ അത് ക്യാരി ചെയ്യിപ്പിച്ച് കേരളത്തിലെമ്പാട് UDFിനുണ്ടായ വിജയത്തിൻ്റെ ശോഭ കെടുത്തുകയാണ് ചെയ്തത്. രമേശ് ചെന്നിത്തലയുടെ നോമിനിയായി ഈ പത്തനാപുരത്ത് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് മത്സരിച്ച് തോറ്റ ആളിൻ്റെ ശുപാർശയിൽ ഇയാളെ ഒരു സുപ്രഭാതത്തിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കറിയില്ല, കൊട്ടാരം കോളേജിൽ കുട്ടികൾക്കറിയില്ല, ആർക്കും അറിയാത്ത ഒരാൾ KSU ജില്ലാ പ്രസിഡൻ്റായി വന്നു. എന്നിട്ട് KSU ജില്ലാ പ്രസിഡൻ്റാക്കിയതിനു ശേഷം അയാളെ കൊട്ടാരയിലേക്ക് പറഞ്ഞു വിട്ടു. ഇവിടെ വന്ന് കൊടിക്കുന്ന് സുരേഷിനെതിരായിട്ട് പ്രവർത്തിച്ചോളാൻ നിർദ്ദേശം നൽകി. ഈ KSU ജില്ലാ പ്രസിഡന്റ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് എന്താണ്? പത്തനാപുരം മൊത്തം ആരെ ഒരിക്കലും മാറത്തില്ലെന്ന് കരുതിയ പത്തനാപുരത്ത് വലിയ മാറ്റം ഉണ്ടായില്ല ഈ തെരഞ്ഞെടുപ്പിൽ. അത് ആര് മുഖാന്തരം ഉണ്ടായത്? പത്തനാപുരത്തെ പാർട്ടി എന്ന് പറയുന്നത് 5 വർഷം കൊണ്ടുണ്ടായ പാർട്ടിയല്ല. പത്തനാപുരത്ത് നമ്മളെയൊക്കെ വെല്ലുവിളിക്കുക, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനോട് ധിക്കാരപരമായി സംസാരിക്കുക, അത് DC ഓഫീസിലേക്ക് മാർച്ച് നടത്തുക, കൈ ചൂണ്ടിയും വിരൽ ചൂണ്ടിയും ധിക്കാരപരമായി സംസാരിക്കുക, ഇതൊക്കെയാണ് KSUവിൻ്റെ ശൈലി. ഇപ്പോൾ KSUവിൻ്റെ നേതാവിൻ്റെ ശൈലി ഇതൊക്കെയാണ്. ആരുടെ ധൈര്യത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്? കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലും അതോടൊപ്പം പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തിലും വ്യക്തമായ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ധാരണ ഇടതുപക്ഷവും BJPയും തമ്മിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം.